നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫൈനലിലെ പരാജയത്തിന് പകരം വീട്ടാൻ ഇന്ത്യയ്ക്ക് സുവർണ അവസരം. സൂപ്പർ 8-ലെ ഒന്നാം ഗ്രൂപ്പിലെ ഒന്നാമന്മാരാകാൻ ഇന്ത്യ തിങ്കളാഴ്ച ഓസ്ട്രേലിയയെ നേരിടും. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ സൂപ്പർ 8 മത്സരത്തിൽ 50 റൺസിന്റെ വിജയം നേടിയ ഇന്ത്യ സെമിഫൈനൽ ഉറപ്പിച്ചു. സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യ തോൽപ്പിച്ചിരുന്നു. ഈ ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് നേടി. മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശ് 146-ൽ 8 എന്ന സ്കോറിൽ ഒതുങ്ങുകയായിരുന്നു. പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടിയ ഹാർദിക് പാണ്ഡ്യ 50, വിരാട് കോഹ്ലി 37, ഋഷഭ് പന്ത് 36, ശിവം ദുബെ 34, രോഹിത് ശർമ്മ 23 എന്നിവരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ ആന്റിഗ്വ നോർത്ത് സൗണ്ടിലെ സർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിലെ ഏറ്റവും ഉയർന്ന 2020 സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത്. 4 ഓവറിൽ 19 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ സ്പിന്നർ ഗുൽദീപ് യാദവും 2 വിക്കറ്റ് വീതം നേടിയ അർഷിബ് സിംഗും ജസ്പ്രീത് ബുംറയും 1 വിക്കറ്റ് നേടിയ ഹാർദിക് പാണ്ഡ്യയുമാണ് ബംഗ്ലാ ബാറ്റിംഗിനെ തകർത്തത്. 40 റൺസ് നേടിയ നായകൻ നജുൽ ഹുസൈൻ ഷാൻഡ്രോ, 29 റൺസ് നേടിയ തൻസീദ് ഹസൻ, 24 റൺസ് നേടിയ റിഷാദ് ഹൊസൈൻ എന്നിവർക്ക് ബംഗാൾ നിരയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മയും വിരാടും ചേർന്ന് ഓപ്പണിംഗിൽ 3.4 ഓവറിൽ 39 റൺസാണ് നേടിയത്. സ്പിന്നർമാരെ ഉപയോഗിച്ച് ബൌളിംഗ് ഓപ്പണിംഗ് ചെയ്ത ബംഗ്ലാദേശിന് വേണ്ടി ആദ്യ വിക്കറ്റ് നേടിയ സ്പിന്നർ ഷാകിബ് അൽ ഹസനാണ്. 11 പന്തുകളിൽ 3 ഫോറുകളും 1 സിക്സും പറത്തിയ രോഹിത്തിനെ 4-ാം ഓവറിൽ ഷാകിബ് ജാഖർ അലിയുടെ കയ്യിലെത്തിക്കുകയായിരുന്നു. പകരമിറങ്ങിയ ഋഷഭ് പന്ത് വിരാടിനൊപ്പം നിന്നു കളിച്ചതോടെ ഇന്ത്യ 6-ാം ഓവറിൽ 50 കടന്നു. 9-ാം ഓവറിൽ തൻസീബ് ഹസനെ ഇറങ്ങി അടിക്കാൻ ഒരുങ്ങിയ വിരാട് ബൌൾഡായുകയായിരുന്നു. 28 പന്തുകൾ നേരിട്ട വിരാട് 1 ഫോറും 3 സിക്സും പായിച്ച ശേഷമാണ് മടങ്ങിയത്. പകരമിറങ്ങിയ സൂര്യകുമാർ യാദവ് 6 നേരിട്ട ആദ്യ പന്തിൽ 6 പറത്തിയെങ്കിലും അടുത്ത പന്തിൽ കീപ്പർ ലിൻഡർ ദാസിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. ഋഷഭ് പന്തും ശിവം ദുബെയും 12-ാം ഓവറിൽ ഇന്ത്യയെ 100 കടത്തി. ടീം സ്കോർ 108-ൽ വെച്ച് ഋഷഭ് പന്ത് പുറത്താവുകയായതിനു ശേഷം ഹാർദിക്കും ദുബെയും ചേർന്ന് പിന്നീട് പോരാട്ടം ഏറ്റെടുത്തു. 24 പന്തുകളിൽ 3 സിക്സുകൾ പറത്തിയ ദുബെ 18-ാം ഓവറിലാണ് മടങ്ങിയത്. ആക്ഷൻ പട്ടേലിനെ കൂട്ടുനിർത്തി അവസാന ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യ തകർത്തടിച്ച് 196-ലെത്തിച്ചു. 27 പന്തുകൾ നേരിട്ട ഹാർദിക് 4 ഫോറും 3 സിക്സും അടിച്ചു. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന് ഇന്ത്യയ്ക്ക് തകർപ്പൻ തുടക്കമാണ് നൽകിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ തകർത്തടിക്കാനുള്ള മൂഡിലായിരുന്നു ഇരുവരും. നേരിട്ട 4-ാം പന്ത് തന്നെ സിക്സിൽ പറത്തി കോഹ്ലിയും തുടർച്ചയായ ബൌണ്ടറികളോട് രോഹിത്തും വെടിക്കെട്ട് തുടക്കം നൽകി. 4-ാം ഓവറിൽ ഷാകിബ് അൽ ഹസനെ 6-നും 4-നും പറത്തിയ രോഹിത് പക്ഷേ അതേ ഓവറിൽ പുറത്തായി. 11 പന്തിൽ 23 റൺസായിരുന്നു രോഹിത്തിന്റെ നേട്ടം. കോഹ്ലി പുറത്തായതിനു പിന്നാലെ ക്രീസിലെത്തിയ സൂര്യകുമാർ യാദവ് ആദ്യ പന്ത് തന്നെ 6-ന് പറത്തിയാണ് തുടങ്ങിയത്. എന്നാൽ തൊട്ടടുത്ത പന്തിൽ സൂര്യകുമാറിന്റെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തിച്ച് തൻസീം ഇന്ത്യയെ ഞെട്ടിച്ചു. ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും ചേർന്നുള്ള പിന്നീട് ഇന്ത്യയ്ക്ക് കരുത്തായത്. തുടക്കം മുതൽ പാണ്ഡ്യ തകർത്തടിച്ചപ്പോൾ കരുതലോടെ തുടങ്ങിയ ദുബെ നിലയുറപ്പിച്ച ശേഷമാണ് ആക്രമണം ഏറ്റെടുത്തത്. ഇരുവരും ചേർന്ന് ഇന്ത്യയെ 17-ാം ഓവറിൽ 150 കടത്തി. തുടർച്ചയായ ഓവറുകളിൽ സിക്സുകൾ പറത്തിയ ദുബെ പ്രതീക്ഷ നൽകിയെങ്കിലും 18-ാം ഓവറിൽ വീണു. 24 പന്തിലെ 34 റൺസ് അടിച്ച ദുബെ 3 സിക്സ് പറത്തി. ദുബെ പുറത്തായെങ്കിലും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച ഹാർദിക് ആക്സറിനെ കൂട്ടുപിടിച്ച ഇന്ത്യയെ 196-ൽ എത്തിക്കുകയായിരുന്നു.